രചന ഗംഗോത്രി. അവതരണം സ്മിത രാജൻ, പാല. ഭാഗം 4. ഗംഗോത്രി ഡ്രൈവറുടെ അരികിലേക്ക് നടന്നു വന്നു. നീ ഗൺ കണ്ടിട്ടുണ്ടോ? നല്ല ഡബിൾ ബാരൽ ഗൺ. പാലായിലേക്ക് വാ, കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ ഒരെണ്ണം തൂക്കിയിട്ടിട്ടുണ്ട് ഭിത്തിയിൽ. പറഞ്ഞു തീർന്നതും അവൾ കൈവീശി ഒരെണ്ണം പൊട്ടിച്ചു. മീശയും വെച്ചുകൊണ്ട് നടക്കുക, കളിപ്പാട്ടാവാൻ. പോടാ. അവൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലെടുത്ത് കാറിലേക്ക് കയറി. കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം അവൾ ഒരരികെ ചേർത്ത് നിർത്തി. എന്നിട്ട് പിന്നിലേക്ക് നോക്കി. ശിവറാം കാര്യം മനസ്സിലായതുപോലെ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറി. അപ്പോൾ അറിയാം എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം വരെ, ഗംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നുവെച്ചാൽ നീ ആരാ? ഒന്ന് പോടി. ശിവറാം പെട്ടെന്ന് പാട്ട് വെച്ചു. പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള ഗാനം അവിടെ മുഴങ്ങിക്കേട്ടു. ആഹാ, നമ്മുടെ പാട്ടാണല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ് അല്ലേ? അവൾ ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്തു. പുതിയ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള ക്യാഷ് ഇനിയും കൊടുക്കണ്ടേ? കൊടുത്തത് അവൻ കൊണ്ടുപോയില്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അത് 40 കോടി. നീ പാട്ട് കേട്ട് രസിച്ചിരുന്നു, ശിവറാം പറഞ്ഞു. കൊണ്ടുപോയത് ഈ ഗംഗോത്രിയുടെ കാശാണെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാനും എനിക്കറിയാം. അപ്പം കൂടുതൽ അപ്പം കളിക്കണ്ട കേട്ടോ. ആ തമ്പി ഒന്ന് വിളിച്ചേ. ശിവറാം വേഗം ഫോണെടുത്ത് തമ്പിയെ ഡയൽ ചെയ്തു. 2 റിങ്ങിൽ തന്നെ അയാൾ കോളെടുത്തു. സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ക്യാഷ് കൊണ്ടുപോയതിനെ കിട്ടിയിട്ടുണ്ട്. അവൻ ആ കാർലോസിൻ്റെ ആളാണ്. അയാൾക്ക് വേണ്ടിയാണ് ഇവൻ അടിച്ചു മാറ്റാൻ നോക്കിയത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ ഒറ്റിയതാണ്. തമ്പി, ഗംഗ വിളിച്ചു. മാം അടുത്തുണ്ടായിരുന്നോ? അത് ക്യാഷ് ഞാൻ പെട്ടെന്ന് തരാം മാം, കണ്ടെത്തി തരാം, തമ്പി ഭവ്യതയോടെ പറഞ്ഞു. ക്യാഷ് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ കിട്ടണം. ഇപ്പോൾ പിടിച്ചവനെ വെറുതെ വിട്ടാലും എൻ്റെ കൂടെ നിന്ന് ചതിച്ചവനെ ഇനി വെച്ചേക്കരുത്. അതാ പിടിച്ചവനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അയാളുടെ ജീവൻ അങ്ങ് കൊടുത്തേര്. അപ്പോൾ പറയും. പറഞ്ഞത് ഓർമ്മ വേണം. 2 മണിക്കൂർ, ഗംഗ പറഞ്ഞു. മീനച്ചൽ താലൂക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗംഗ കാറിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തി. അതങ്ങനെയാണ്. തൻ്റെ നാട്ടിലേക്ക് കയറുമ്പോൾ അവൾക്ക് അവിടുത്തെ കാറ്റ് കൊള്ളണം. കോട്ടയത്തെ മലയോര മേഖലയിൽ പ്രധാന പട്ടണമാണ് പാല. വീറും വാശിയും അധ്വാനശീലവുമുള്ള അച്ചായന്മാരുടെ നാട്. അവരുടെ നിശ്ചയദാർഢ്യം വിളിച്ചോതുന്ന പാലാ പട്ടണത്തിലെ തല ഉയർത്തി നിൽക്കുന്ന കുരിശുപള്ളി. 1974 ഇന്നത്തെ യന്ത്രസഹായങ്ങളൊന്നുമില്ലാതെ പണി കഴിപ്പിച്ച 14,444 കല്ലുകൾ കൊണ്ട് പണിത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ 7 ടൺ ഭാരമുള്ള രൂപമാണ് ഏറ്റവും മുകളിൽ. വെള്ളപ്പൊക്കം പോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നേരിടുന്ന പാലക്കാരുടെ മനസ്സ് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. പാലായുടെ മധ്യത്തിൽ കൂടി കിഴക്ക് പടിഞ്ഞാറായി ഒഴുകുന്ന മീനച്ചിൽ നദി. അതിനോട് ചേർന്നുള്ള റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ കിഴക്ക് വശത്തുള്ള മലനിരകൾ അവളെ ആവേശം കൊള്ളിച്ചു. പാലത്തിൻ്റെ അടിയിലൂടെ കറങ്ങി വന്ന് അവൾ പൊൻകുന്നം പാലത്തിലേക്ക് കയറി. തൻ്റെ നാട്ടിലെത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു കുളിരാണ്. പൊതുവെ കോട്ടയംകാർ വരെ പറയുന്ന പല്ലവിയാണ്, പാലക്കാരി പെണ്ണുങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന്. അവർ ആരുടെ മുമ്പിലും കൂഞ്ഞില്ല. ഗംഗോത്രിയെ പരിചയമുള്ളവർ അത് ശരിവെക്കുകയും ചെയ്യും. വീടിൻ്റെ മുമ്പിലുള്ള റോഡിലൂടെ പ്രവേശിച്ചപ്പോൾ അവൾ വിൻഡോ ഗ്ലാസ് ഉയർത്തി. യൂണിഫോമും തൊപ്പിയും ധരിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിന് മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. മുമ്പിലെത്തിയപ്പോൾ ഗേറ്റിൻ്റെ ലോക്ക് തുറന്ന് അത് 2 വശത്തേക്കും തെന്നി നീങ്ങി. സെക്യൂരിറ്റി അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി കാണിച്ചു. ചാർമി അവരെ കണ്ടപ്പോൾ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലെ പണി കഴിഞ്ഞ് അല്പനേരം ഫോണിൽ തോണ്ടാമെന്ന് വിചാരിച്ചാൽ എപ്പോഴാ വഴക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ CC ക്യാമറയിലൂടെ കണ്ടിട്ട് വിളിക്കും. ചാർമി, നീ എന്തെടുക്കുകയാണ്? വായിൽ വന്ന കള്ളത്തരം തട്ടിവിടാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ മണിമണിയായി താൻ ചെയ്തതൊക്കെ പറയും. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും ചൈനീസ് വിഭവങ്ങളും മാത്രമാണ് ചാർമി ഉണ്ടാക്കുന്നത്. കേരള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അംബികയാണ്. പുറംപണിക്ക് വരുന്നത് രാമേട്ടൻ. സെക്യൂരിറ്റിയായി നിൽക്കുന്നത് പണിക്കർ. ഡ്രൈവർമാർ 4 പേരുണ്ട്. എല്ലാവരും വീടിനോട് കൂറും നന്ദിയുമുള്ളവരാണ്. ഓരോ സാഹചര്യത്തിൽ അവരുടെ സഹായം സ്വീകരിച്ചവർ. അതിൽ ചാർമി മാത്രമാണ് അല്പം ഉടായിപ്പ്. പക്ഷെ ഗംഗോത്രിയുടെ അടുത്ത് അതൊന്നും ചിലവാകില്ല. അതിൻ്റെ രസക്കേട് ചാർമിയുടെ പെരുമാറ്റത്തിലുണ്ട്. അവളെ സഹായിക്കാൻ 2-3 പേർ വേറെയുണ്ട്. മുറി തൂത്ത് വൃത്തിയാക്കാൻ 2 പേർ വേറെ. ജോലിക്കാർക്ക് എല്ലാവർക്കും യൂണിഫോമുണ്ട്. കറുത്ത ബ്ലൗസും ബ്രൗൺ കളർ സാരിയുമാണ് അവരുടെ വേഷം. ഗംഗോത്രിയെ പേടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനം മാത്രമേ ആ വീട്ടിലുള്ളൂ. അത് പല്ലിയാണ്. അതുപോലെ പൂച്ച അവൾക്ക് ഇഷ്ടമല്ല. ശിവറാം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് വന്നു. പിന്നാലെ ഗംഗയും. എന്താ മാഡം വേണ്ടത്?
ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ എന്താ ഉണ്ടാക്കേണ്ടതെന്ന്? നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ വന്ന് കാത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നേരത്തെ വിളിച്ചു പറയുന്നത്. അതുമല്ല, എല്ലാ ആഹാരവും ഒരുപോലെ ഉണ്ടാക്കിയിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ജോലിക്കാരും അങ്ങനെയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നല്ല ശമ്പളവും ഭക്ഷണവും എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ വയറു നിറച്ച് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗംഗ ചോദിച്ചു. അംബിക അവർക്കുള്ള ആഹാരവുമായി അങ്ങോട്ട് വന്നു. അവർ തന്നെയാണ് വിളമ്പിക്കൊടുത്തതും. ആഹാരം കഴിച്ച് ഗംഗ മുറിയിലേക്ക് ചെന്നപ്പോൾ അന്നും പതിവ് പോലെ കത്തുകൾ ഉണ്ടായിരുന്നു. അവൾക്കത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. ആ ഭ്രാന്തനെ കൊണ്ട് തോറ്റു. സാധാരണ ഒന്നുപോലും തുറന്നു നോക്കാതെ വേസ്റ്റിലേക്ക് ഇടുകയാണ് പതിവ്. അന്നും കീറിക്കളയാൻ എടുത്തപ്പോഴാണ് ഇനി കാർലോസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ അവൻ കത്തെഴുതിയത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് കളയാതെ അവൾ അത് മേശയിൽ തന്നെ വെച്ചു. തുറന്നു വായിക്കാൻ തോന്നുന്നില്ല. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് മുതൽ തുടങ്ങിയതാണ് അവൻ്റെ പ്രണയലേഖനങ്ങൾ. വിദ്യാർത്ഥി നേതാവും എഴുത്തുകാരനുമായ എബി പോൾ സക്കറിയ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവൻ ധാരാളം എഴുതുമായിരുന്നു. കോളേജ് മാഗസിനിൽ താനും വായിച്ചിട്ടുണ്ട് അവൻ്റെ രചനകൾ. അതൊക്കെ ആ കാലത്ത് തോന്നിയ വെറും ആകർഷണം മാത്രമെന്നേ തോന്നിയുള്ളൂ. പക്ഷേ വർഷങ്ങൾക്കിപ്പുറത്തും അവൻ ഈ ഭ്രാന്ത് കാണിക്കുന്നത് എന്തിനാണ്? ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. തുടരും.